ആഴ്ചയിൽ 2 ദിവസം ഡേയും 2 ദിവസം നൈറ്റും കേട്ടോ എനിക്ക് ഡ്യൂട്ടി. ഇന്ന് 10 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ രാത്രിത്തെ പുട്ടും കടലയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെയും പുട്ടും കടലയും തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് പുട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ്. എന്നിട്ട് ഇതേ മീൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതേ വെള്ളം ചൂടാക്കി ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയും കൂടി ഇട്ട പേസ്റ്റ് അതിനകത്തിലിട്ടിട്ട് ചൂടോടെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. വെള്ളം തിളച്ച അടുപ്പിലേക്ക് കലത്തിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേ ചൂടായി വന്നപ്പോഴത്തേക്കിന് അരിയൊക്കെ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. ചൂട് വെള്ളത്തിലോട്ട് അരി ഇടുവാണെങ്കിൽ പെട്ടെന്ന് വേവും. പിന്നെ ഇവിടുത്തെ അരിയാണെങ്കിൽ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുറച്ച് നേരം ഓഫാക്കി വെക്കും. എന്നിട്ടാണ് ഊറ്റിയെടുക്കുന്നത്. അന്നത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഇതേ പുട്ടൊക്കെ റെഡിയായിട്ട് വന്നപ്പോഴത്തേന് കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞു കലത്തിലാണ് വെള്ളം വെക്കുന്നത്. ജില്ലൂടിന് മാത്രം വെള്ളം മതി. ഞങ്ങൾ നോർമൽ ക്യാൻ വാട്ടർ തന്നെയാണ് കുടിക്കുന്നത്. എന്നിട്ട് ഇതേ മീൻകറി റെഡിയാക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. ഞാനിങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടാണ് കറിയൊക്കെ റെഡിയാക്കുന്നത്. ഇതിനു മുമ്പും കുറേ വീഡിയോസിൽ ഞാൻ ഈ മീൻകറി വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഈ ഒരു തോരൻ വെക്കണം. അതിനുവേണ്ടി ബീൻസും ക്യാരറ്റും സവാളയും കൂടി അരിഞ്ഞെടുക്കുവാണ്. ഇതിപ്പോൾ കുക്കറി വെക്കുവാണ് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സവാള ആക്കിയിട്ടുണ്ട്. ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്യാൻ പോയപ്പോൾ അത്ര ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ. അന്നേരം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തേത്. എന്നിട്ട് ബീൻസും കട്ട് ചെയ്ത് എല്ലാം കൂടെ അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഒരു തുള്ളി വെള്ളവും ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. കുക്കറിൽ തോരൻ വെക്കുന്ന ദിവസം ഞാൻ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മെനക്കേടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് നമുക്ക് കാര്യമൊക്കെ നടന്ന് കിട്ടും. അങ്ങനെ ഒരു വിസിൽ അടിച്ചപ്പോഴത്തേന് അത് ഓഫാക്കി വെച്ചിട്ട് മീൻകറിയൊക്കെ റെഡിയാക്കാൻ പോവാണ്. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുക് ഇട്ടു. പിന്നെ അങ്ങനത്തെ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത് പുളിശ്ശേരിക്ക് പകരം തക്കാളിക്കറി മതി സ്കൂളിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ പിന്നെ ഇതേ പെട്ടെന്ന് ഒരു തക്കാളി എടുത്ത് ചീനിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് പിന്നെ ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അത് വേവിക്കാൻ വെച്ച് ആ സമയത്തിന് തേങ്ങയൊക്കെ ഒന്ന് തിരുമിയിട്ട് അതിനുള്ള അരപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പിനകത്ത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൊച്ചുള്ളിയും കുറച്ച് ജീരകമൊക്കെ ഇട്ടാണ് റെഡിയാക്കി എടുത്തത്. അങ്ങനെ തക്കാളിക്കറിയും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് മീൻകറിയും റെഡിയാകുന്നുണ്ടായിരുന്നു. എന്നിട്ട് മീനൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് മീൻകറിയുടെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ മിക്സിക്കകത്തോട്ട് തന്നെ തോരന് വേണ്ടിയുള്ള അരപ്പും റെഡിയാക്കുന്നുണ്ട്. തോരനകത്തിലും അരപ്പ് ഇട്ടിട്ട് ഒരു ഇച്ചിരി നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കിനും ഒന്ന് പറ്റി കിട്ടും കേട്ടോ. ഒരു തുള്ളി വെള്ളമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. എന്നാലും ആ ഒരു പച്ചക്കറിയുടെ വെള്ളവും കൂടെ ഒക്കെ ഇറങ്ങി ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒന്ന് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കിന് തോരൻ റെഡിയായിട്ടുണ്ട്. ഇച്ചിരി പോലും ഞാൻ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻകറി ഏകദേശം ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ മീൻകറിയും എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിള്ളേരെയൊക്കെ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സുമായിട്ട് ഉടനെ തന്നെ കാണാവേ.